ഗോളം ബ്രില്യൻ്റ് മൂവി കേട്ടോ. സമ്മതിച്ചു കൊടുക്കണം. അടിപൊളി മൂവി. തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ട പടമാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. കാരണം ചില സിനിമകളൊക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ അറിയാം ഇത് എട്ടുന്നില്ലേ പൊട്ടുമെന്ന്. അപ്പം തന്നെ ഞാൻ വിചാരിക്കും പ്രൊഡ്യൂസറുടെ പൈസ പോയി, തിയേറ്ററുകാരുടെ പൈസ പോയി. അതേപോലെ വിചാരിച്ചൊരു പടമായിരുന്നു ഗോളവും. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ വാഷ് ഔട്ടായി പോകാൻ ചാൻസ് ഉള്ളത് തോന്നി എനിക്ക്. പക്ഷെ ഫസ്റ്റ് ഡേ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിവ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇത് പെയ്ഡ് റിവ്യൂസ് ആയിരിക്കുന്നത്. പിന്നീട് ഒരാഴ്ചയോളം മൊത്തം കണ്ടിന്യൂസ് റിവ്യൂസ്, നല്ല റിവ്യൂസ്. ഒരു സ്ഥലത്ത് പോലും നെഗറ്റീവ് റിവ്യൂസ് എവിടെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിച്ചു പോയി. ദൈവമേ, അങ്ങനെയൊക്കെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഇതാകുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അന്ന് തിയേറ്ററിൽ പോയി കണ്ടു. ശരിക്കും ഞെട്ടിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട റിവ്യൂസൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും. സത്യമായ റിവ്യൂസാണ് എല്ലാവരും ഇട്ടേക്കണത്. കാരണം ഇത് തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് OTT വന്നു കഴിഞ്ഞിട്ട് ആനയാണ് മാങ്ങയാണ് ചേനയാന്ന് പറഞ്ഞ് പൊക്കുന്നതിനേക്കാൾ നല്ലത് തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഗോളം. ഒരു കമ്പനിയുടെ MD സ്വന്തം ഓഫീസ് റൂമിൽ വെച്ച് മരണപ്പെടുകയാണ്. അപ്പോൾ അതിൽ തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ അതിന് ഇൻവെസ്റ്റിഗേഷനും പരിപാടിയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ വരുന്നത്. ഏകദേശം 80% ആ ഒരു ഓഫീസ് സ്പേസ് വെച്ചിട്ട് തന്നെയാണ് ഇനി ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്ങിൽ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ ക്ലിയർലി നീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത ഒരു ബ്രില്യൻ ത്രില്ലർ സിനിമ തന്നെയാണ് കേട്ടോ ഗോളം. അതിന് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററായിട്ടുള്ള സംജയതിനെ സമ്മതിച്ചേ പറ്റൂ. ശരിക്കും നാലാൾ അറിയണം പുള്ളീനെ. പുള്ളിയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗുമാണ്. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു, അത്യാവശ്യം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടന്മാർ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ കയറി കൊളത്തിയേനെന്ന്. എനിക്കും തോന്നിയിരുന്നു സിനിമ കാണുന്നതിന് മുമ്പ്. എൻ്റെ കൂട്ടുകാരനും പറഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോൾ ടൊവിനോ ഒക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു 50 കോടിയൊക്കെ അടിച്ചേനെ എന്ന്. അതൊക്കെ എല്ലാവരും അങ്ങനെ പറയണത് അത് അവരുടെ മോശം അഭിനയം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം നല്ലൊരു സിനിമ, അത് ലോ ബഡ്ജറ്റ് ഒരു സിനിമയാണ്. അത് വലിയ പ്രമോഷൻ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മിക്കവരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല ഇങ്ങനെ സിനിമ ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ ഈ സിനിമ നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആൾക്കാരൊക്കെ ചെയ്തിരുന്നെങ്കിൽ നാലാൾ അറിഞ്ഞ് സിനിമ വലിയ രീതിയിലേക്ക് എത്തിയേനെ എന്നുള്ള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവരും മാത്രം ഈ ടൊവിനോയോ അല്ലെങ്കിൽ വേറെ പുതുമുഖ നടന്മാരോ മമ്മൂട്ടിയോ മോഹൻലാലോ മാത്രം അഭിനയിച്ചാൽ പോരല്ലോ. അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വയസ്സാവും, സിനിമയിൽ ഇപ്പോൾ അഭിനയം നിർത്തും, അങ്ങനെ എന്തും ആവാം. അപ്പോൾ എന്ന് വെച്ചിട്ട് സിനിമ എന്ന് വെച്ച് നിൽക്കാൻ പാടില്ലല്ലോ. ഇനി ഭാവി വരുന്ന തലമുറയിലുള്ളവർക്ക് അഭിനയിച്ച് കയറി വരണ്ടേ. എല്ലാവർക്കും ഇതേപോലെ തന്നെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫേസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ആയിരിക്കും ഈ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് ഓരോ ചാൻസ് കൊടുക്കണം. അപ്പോൾ അവരെ നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. സിനിമ ചെറിയ പോരായ്മകൾക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളാണ് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലിപ്പോൾ അഭിനയിച്ച രഞ്ജിത്ത് സജീവ് ആണെങ്കിലും എനിക്ക് നല്ല ബോറായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം മസിലൊക്കെ ഉള്ളൊരു പരുക്കൻ പോലീസുകാരനായിട്ട് തന്നെയായിരുന്നു പുള്ളിയുടെ. അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടെ. പിന്നെ ബാക്കി അഭിനയിച്ചവരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ദിലീഷ് ഏട്ടനും അലൻസിയറേയും പറയേണ്ട ആവശ്യമില്ല. അവർ ആസ് യൂഷ്വൽ സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ബാക്കി വരുന്ന ആൾക്കാർ, ആ ഓഫീസ് സ്പേസിലുണ്ടായിരുന്ന ബാക്കി ടീംസ്, അയ്യോ ശരിക്കും ഞെട്ടിച്ചോളുന്നു കേട്ടോ. ഇപ്പോൾ കാർത്തിക് ശങ്കർ, അതേപോലെ തന്നെ കോമഡിയൊക്കെ കുറേ ചെയ്യുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. പേരൊക്കെ ശരിക്കും അറിയത്തില്ല. അപ്പോൾ ആ പുള്ളിയൊക്കെ ഫുൾ കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേപോലെ തന്നെ സീരിയസ് ആയിട്ട് വേഷം ചെയ്തപ്പോഴത്തേക്കും ഞാൻ പാളിപ്പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ പുള്ളിയൊക്കെ നല്ല സൂപ്പർ കിഡ്ലനായിരുന്നു, അടിപൊളിയായിരുന്നു. അതായത് എല്ലാവരും തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവർക്കൊക്കെ ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരൊക്കെ അഭിനയിച്ച് കയറി വരും, അത് ഉറപ്പാണ്. ബാക്കി ടെക്നിക്കൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ക്യാമറ വർക്കൊക്കെ സൂപ്പറായിരുന്നു. BGM മാത്രം ചില സ്ഥലത്ത് എനിക്കൊരു ബോറായിട്ട് തോന്നി. അത് ഇനിയിപ്പോൾ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ചില സമയത്ത് തോന്നി. അതേപോലെ തന്നെ ക്ലൈമാക്സിലുള്ളൊരു സംഭവമുണ്ട്. മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂയിസ് ബൈക്കിൽ പോകണ പോലത്തൊരു സീനുണ്ട്. അതിൽ കറക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് വരുന്നത് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ എനിക്കത് ആദ്യമേ കത്തി. അപ്പോൾ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ എന്ന്. അപ്പോൾ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞപ്പോഴാണ് അവനും കത്തിയത് സത്യാലോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് സിദ്ദിഖിക്ക പുള്ളി വരുന്നതോടെയാണ് സിനിമയുടെ ഗതി ഒന്ന് മൊത്തത്തിൽ മാറുന്നത്. ഫുൾ ഓൺ എന്താ പറയുക, ഒരു വേറെ ലെവലിലേക്ക് സിനിമ മാറുന്നുണ്ട്. ഇൻ്റർവൽ ബ്ലോക്കൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇതേപോലെ ഞാൻ ഞെട്ടിയിട്ടില്ല. വലിയ സംഭവം ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു സീനിൽ കൊടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട് എല്ലാം കൊണ്ടും. അത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എന്തോ പോലെ ആയിപ്പോയി ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ അതൊരു കിഡിൽ ഇൻ്റർവ്ലോക്ക് ആയിരുന്നു. അതേപോലെ തന്നെ ബാക്കി സെക്കൻഡ് ഹാഫിൽ വരുന്ന എക്സിക്യൂഷൻ പരിപാടിയൊക്കെ തന്നെ സമ്മതിക്കണം. അതേപോലെ തന്നെ ക്ലൈമാക്സ് ആണെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ മിസ്റ്ററി കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പൊതുവേ ഇപ്പോൾ എല്ലാ സിനിമകളും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാലും ഇത് അതേപോലെ ആവാതെ സെക്കൻഡ് പാർട്ടിലേക്ക് എത്തട്ടെ. എന്തായാലും ഈ ചെറിയൊരു ഓഫീസ് സ്പേസിലായിരിക്കില്ല എന്തായാലും സെക്കൻഡ് പാർട്ട്, വലിയ രീതിയിലായിരിക്കും കളികൾ. എന്തായാലും അത് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അത് തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ വാഷ് ഔട്ടായി പോകരുത്. ഇനിയും കൂടുതൽ നിന്ന് ആൾക്കാർ പോയി കാണണം. അപ്പോൾ താങ്ക് യു.